പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ദൈവാരാധനയെക്കുറിച്ചും ദൈവസ്തുതിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തെ ആരാധിക്കണം, അതൊരു കൽപ്പനയാണത്. ദൈവം അത് ആവശ്യപ്പെടുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നമ്മളത് പല ഭാഗത്തും കാണുന്നുണ്ട്. പുറപ്പാട് 9:13 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് മോശയോട് കൽപ്പിച്ചു, അതിരാവിലെ എഴുന്നേറ്റ് ഫറവോയുടെ മുമ്പിൽ ചെന്ന് പറയുക, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുക്കുന്നു. അവർ ഈജിപ്തിൽ ഫറവോൻ്റെ അടിമത്തത്തിലായിരുന്നു. മോശയുടെ നേതൃത്വത്തിൽ ആ ജനത്തെ അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്നു. ഫറവോ ആദ്യം ഈ ജനത്തെ വിട്ടയക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ദൈവമായ കർത്താവ് 10 മഹാമാരികൾ അയക്കുന്നു. അവസാനം ഈ ജനത്തെ വിട്ടയക്കുന്നു. ദൈവമായ കർത്താവ് ഈ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് ബലി അർപ്പിക്കാനും ദൈവത്തെ സേവിക്കുവാനുമാണ്. ദൈവത്തെ ആരാധിക്കണം എന്ന് ദൈവം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. ആയിരക്കണക്കിന് വാഗ്ദാനങ്ങളടങ്ങിയ ഈ വിശുദ്ധ ഗ്രന്ഥം, 8500ഓളം വാഗ്ദാനങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഇതിൽ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് 100 കണക്കിന് വാഗ്ദാനങ്ങളുണ്ട്. അതിൽ നമ്മൾ കാണുന്നുണ്ട് ഈ പുറപ്പാട് 23 25 26 വചനം, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുമ്പോൾ അവിടുന്ന് നിന്റെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യത ഉണ്ടാകില്ല, ഗർഭഛിദ്രം ഉണ്ടാകില്ല, ദീർഘായുസ് തരും. എന്ന് വെച്ചാൽ അകാല മരണം സംഭവിക്കുകയില്ല. വീണ്ടും നമ്മൾ 103-ാം സങ്കീർത്തനത്തിലെല്ലാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവിനെ ആരാധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് ഹൃദയത്തിൽ അത് കോറിയിടുക. ഇത് കൽപ്പനയായതുകൊണ്ട് ഇത് 100% പാലിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. പ്രായവ്യത്യാസം കൂടാതെ, കുട്ടികളായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, വൃദ്ധരായിരിക്കട്ടെ, സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ, പണ്ഡിതരോ പാമരരോ ദരിദ്രരോ സമ്പന്നരോ ആരുമായിക്കൊള്ളട്ടെ, എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. ഈശോയും ഇക്കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ് നമ്മളത് കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ. ആരാധന, ദൈവാരാധന മറ്റാർക്കുമുള്ളതല്ല. ഇന്ന് മനുഷ്യൻ പലതിനെയും ആരാധിക്കുന്നുണ്ട്. മൃഗങ്ങളെ ആരാധിക്കുന്നു, വ്യക്തികളെ ആരാധിക്കുന്നു. തെറ്റാണത്. ആരാധന അർഹിക്കുന്നത് ദൈവത്തിന് മാത്രം. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകില്ലെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വചനമാണ്, ദൈവം തൻ്റെ മഹത്വത്തിനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ മഹത്വത്തിനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ വഴി, നമ്മുടെ പ്രവൃത്തികൾ വഴി, നമ്മുടെ ശുശ്രൂഷകൾ വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൻ്റെ മഹത്വീകരണമായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്,
തന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കുവാൻ അവിടുന്ന് സൃഷ്ടിച്ച ജനത. അപ്പം ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് ദൈവം തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്നത് ഒരിക്കലും ഒരു പോരായ്മയായിട്ട് കാണരുത് പ്രിയമുള്ളവരെ. അത് മഹത്വമായിട്ട് നമ്മൾ കാണണം. ബൈബിളിൽ മനുഷ്യൻ്റെ അടിസ്ഥാന പാപം എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. റോമാലേഖനത്തിലാണ് നമ്മൾ വായിക്കുന്നത്. റോമാലേഖനം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വചനമാണ്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും, റോമ 1:21, മനുഷ്യൻ്റെ അടിസ്ഥാന പാപം, ഫണ്ടമെൻ്റൽ സിൻ, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. ഇതാണ് മനുഷ്യൻ്റെ അടിസ്ഥാന പാപവത്. അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത വ്യക്തികൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോരായ്മയായി കാണുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ, സമൂഹങ്ങളെ, ദേശങ്ങളെ, രാജ്യങ്ങളെ ദൈവം കൈവിടുന്നത് ഉറപ്പാണ്. ആ കാര്യത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുത്തിരിക്കണം. മാലാഖമാരുടെ സംഭവം നമ്മൾ കാണുന്നുണ്ട്. 3-1 മാലാഖമാർ വഴിതെറ്റിപ്പോവാൻ, പിഴച്ചു പോകാനുള്ള കാരണം എന്താണ്? അവർ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ആദരവ്, ആരാധന കൊടുക്കാൻ മടിച്ചു. ദൈവത്തെ പോലെ ആകാൻ, ദൈവത്തെക്കാൾ ഉപരി മുകളിലേക്ക് വരാനായിട്ടാണ് ഈ മാലാഖമാർ ആഗ്രഹിച്ചത്. സ്വർഗത്തിൽ ഒരു യുദ്ധം നമ്മൾ കാണുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിലാണത്. വെളിപാട് 12-ാമത്തെ അധ്യായത്തിൽ മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോടും അവൻ്റെ ദൂതന്മാരോടും പോരാടി. മിഖായേലും ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പം എതിർത്ത് യുദ്ധം ചെയ്തു. പക്ഷേ ആ യുദ്ധത്തിൽ സർപ്പവും അവൻ്റെ ദൂതന്മാരും പരാജയപ്പെട്ടു. അങ്ങനെ അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മാലാഖമാർ പിശാചാകാനുള്ള കാരണം ദൈവത്തെ ആരാധിക്കാത്തതുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താത്തതുകൊണ്ട് മാത്രമാണത്. അവിടുന്ന് പറയുന്നുണ്ടല്ലോ, മലാക്കിയുടെ പുസ്തകം 1:6 ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ദൈവം സർവശക്തനാണ് പ്രിയമുള്ളവരെ. ഈ സ്വർഗവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചവൻ, എല്ലാറ്റിൻ്റെ മേൽ അധികാരം, ആധിപത്യമുള്ളവൻ, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവൻ, സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളവൻ, കൈക്കുമ്പിളിൽ ആഴികൾ അളക്കുന്നവൻ, ആകാശ വിശാലതയെ ചാണിലൊതുക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുന്നവൻ, കുന്നുകളുടെ ഭാരം തുലാസിൽ തൂക്കുന്നവൻ, എത്രയോ മഹത്വപൂർണ്ണ, എത്രയോ ശക്തനാണ് ദൈവം. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ മടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അഹങ്കാരമാണ് പ്രിയമുള്ളവരെ. അഹങ്കാരം മൂലമാണ് ഈ മാലാഖമാർ അവർ വഴിതെറ്റിപ്പോയി പിശാചുക്കളായിട്ട് മാറിയത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അതൊരു അഭിമാനമായിട്ട് കാണണം. അങ്ങനെയുള്ള ജീവിതങ്ങളെ, അങ്ങനെയുള്ള കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നത്. സങ്കീർത്തനം 66:3 നമ്മൾ കാണുന്നുണ്ട്, അങ്ങയുടെ ശക്തി പ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങുന്നു. ആരെല്ലാം ദൈവത്തെ ആരാധിക്കുന്നു, ആരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ആരെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നുവോ ആ വ്യക്തികളിലേക്ക്, ആ കുടുംബങ്ങളിലേക്ക്, ആ സമൂഹങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് അവിടെയുള്ള തിന്മയുടെ ശക്തികളെല്ലാം അത് ബഹിഷ്കരിക്കുന്നു. തിന്മയുടെ ശക്തികളെല്ലാം വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തോടുള്ള ആ ബഹുമാനം, ഭയം, ആദരവ്, അതെല്ലാം ആ വികാരങ്ങൾ മനസ്സിൽ നിന്നും അധരങ്ങളിലൂടെ, നമ്മുടെ സ്തുതിപ്പിലൂടെ, പ്രാർത്ഥനയിലൂടെ, കീർത്തനങ്ങളിലൂടെ പുറത്തു വരണത്. അതാണ് സ്തുതിപ്പെന്ന് പറയുന്നത്. സ്തുതിപ്പ്, ആ ദൈവത്തോടുള്ള ഭയവും ആദരവും ഒക്കെ, ആ വികാരം അത് അധരങ്ങളിലൂടെ, ഗാനത്തിലൂടെ, സ്തുതിപ്പിലൂടെ, കീർത്തനങ്ങളിലൂടെ എല്ലാം പുറത്തേക്ക് വരണം. അതാണ് സ്തുതിപ്പെന്ന് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ സ്തുതിക്കാൻ മടിക്കരുത്. നമ്മൾ കാണുന്നുണ്ട്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ പ്രതി, ഈശോയുടെ ജെറുസലേം പ്രവേശനമാണത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടത്.
ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ പ്രതി ജനം ദൈവത്തെ മഹത്വപ്പെടുത്തി. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. ഇത് ഫരിസേയർക്ക് അസ്വസ്ഥതയുണ്ടാക്കി. അവർ ഈശോയോട് ആവശ്യപ്പെടുന്നുണ്ട്, നീ ജനത്തെ ശാസിക്കുക, ഈ ജനത്തെ ശാസിക്കുക. അപ്പോൾ ഈശോ കൊടുത്ത ഒരു ഉത്തരമുണ്ട്, ഈ ജനം മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർപ്പ് വിളിക്കും. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നില്ല, ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ നിർജീവങ്ങളായ ജീവനില്ലാത്ത ഈ കല്ലുകൾ ദൈവത്തെ സ്തുതിക്കും, ആർപ്പ് വിളിക്കുമെന്നാണ് അവിടെ ഈശോ പറയുന്നത്. അപ്പം സ്തുതിപ്പ്, ദൈവം ഉച്ചത്തിലുള്ള സ്തുതിപ്പ് ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമൂഹം ഒന്നുചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് അല്പം സ്വരമുയർത്തി സ്തുതിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 66:8 നമ്മൾ കാണുന്നുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ സ്തുതിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ എന്നാണ് സങ്കീർത്തനം 66:8 നമ്മൾ കാണുന്നത്. ദൈവത്തെ സ്തുതിക്കണം. ജീവിതം അനുകൂലമാകുമ്പോൾ മാത്രമല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്, ജീവിതം പ്രതികൂലമാകുമ്പോഴും ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി, സ്വർഗത്തിൽ നിന്ന് ശക്തി ഇറങ്ങി വരുന്നത്. പ്രാർത്ഥനയും ആരാധനയും അത് രണ്ടാണ്, ഒന്നായി ഒരിക്കലും കാണരുത്. നമ്മൾ ജപമാല ചൊല്ലുന്നുണ്ട്, അത് വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും ദിവ്യമായ പ്രാർത്ഥനയാണ് ജപമാല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടി പ്രാർത്ഥിക്കുന്നു. അതൊരു ആരാധനയല്ല, അത് പ്രാർത്ഥനയാണത്. കരുണക്കൊന്ത ചെല്ലുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആ തിരുമുറികളുടെ പീഡാസഹനത്തിൻ്റെ മരണത്തിൻ്റെ യോഗ്യതയാൽ പിതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതും ഒരു പ്രാർത്ഥനയാണ്. നൊവേന, വിശുദ്ധരുടെ മധ്യസ്ഥം നേടി പ്രാർത്ഥിക്കുന്നു നമ്മൾ. ഇതെല്ലാം പ്രാർത്ഥനയാണ്. ആരാധനയും പ്രാർത്ഥനയും രണ്ടാണ് പ്രിയമുള്ളവരെ, അവിടെ തെറ്റ് നമുക്ക് സംഭവിക്കരുത്. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. വിശുദ്ധ കുർബാനയിൽ നന്ദിയും സ്തുതിയും ആരാധനയുമാണ് മുഴുവനായിട്ട് വിശുദ്ധ കുർബാന മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ പറയുന്നത് ആരാധനകളുടെ ആരാധന, അങ്ങനെയാണ് വിശുദ്ധ കുർബാനയുടെ വിശേഷണം, ആരാധനകളുടെ ആരാധന. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുന്നു. അപ്പോൾ പ്രാർത്ഥനയും ആരാധനയും അത് ഒന്നല്ല, അത് രണ്ടാണെന്ന് സത്യം തിരിച്ചറിയുക. സെൻ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ടല്ലോ, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പിയാണ് പ്രാർത്ഥന എന്ന്. പ്രാർത്ഥനയുടെ ഒരു വിശേഷണമാണ് സെൻ്റ് അഗസ്റ്റിൻ പറയുന്നത്. വിശുദ്ധ പാദ്രി പിയോ പറയുന്നുണ്ട്, ദൈവത്തിന് ഹൃദയം തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന എന്ന്. വിശുദ്ധ കൊച്ചുറേസ് പറയുന്നു, മനുഷ്യൻ്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന എന്ന്. അങ്ങനെ വിശുദ്ധരെല്ലാം ആ പ്രാർത്ഥനയ്ക്ക് പല നിർവചനങ്ങളാണ് നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തെയും മനുഷ്യനും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആരാധിക്കാന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപറയാം. ദൈവത്തിൻ്റെ ആ മഹത്വം തിരിച്ചറിഞ്ഞവർ അവരൊക്കെ വിലപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകനെ കാണുന്നുണ്ട്. ഇതാ സിംഹാസനത്തിൽ, ഉന്നതമായ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു, സെറാഫുകൾ ചുറ്റും നിൽക്കുന്നു. ആ സെറാഫുകളെല്ലാം ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം ഇതാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ പെരുവെള്ളത്തിൻ്റെ ഇടിമുഴക്കത്തിൻ്റെ നാദത്തോടെ, വലിയ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദത്തോടെയാണ് ഈ സ്വരം കേൾക്കുന്നത്. ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുവിനെന്നാണ് ആ വെളിപാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 5ഉം 6ഉം വചനം. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ ഇറങ്ങി വരുന്നു. ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് വെറും ഒരു ആശയമല്ല, ഇതൊരു ഉപദേശമല്ല, ഇതൊരു കൽപ്പനയാണ്. ഇറ്റ് ഈസ് എ കമാൻഡ്മെൻറ്റ്. അതുകൊണ്ട് ഇത് നമ്മൾ പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ അത് നിയമങ്ങളുടെ ലംഘനമാണ്, അത് പാപമാണ്. 1 യോഹന്നാൻ 3:4 നിയമങ്ങളുടെ ലംഘനമാണ് പാപം. ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നു എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ജീവിതം പ്രതികൂലമാവുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്ന സംഭവങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 16-ാമത്തെ അധ്യായം, അവിടെ 25 മുതലുള്ള വചനങ്ങൾ, പൗലോസും സീലാസും ഒരു
അടിമ പെണ്ണിൽ നിന്നും പിശാചിനെ ബഹിഷ്കരിച്ചപ്പോൾ ആ പെൺകുട്ടി വഴി ധാരാളം വരുമാനമുണ്ടായിരുന്ന അവർക്ക് അത് വലിയൊരു നഷ്ടമായി. അവർ പൗലോസിനെയും സീലാസിനെയും വളരെ ക്രൂരമായിട്ട് പ്രഹരിച്ചു. ഇതാ കാരാഗൃഹത്തിൽ അടയ്ക്കുകയാണ്. പൗലോസും സീലാസും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു. അർദ്ധരാത്രിയായി. അവർ ചാടി എഴുന്നേൽക്കുകയാണ്. അവർ പരസ്പരം തട്ടി ഉണർത്തി. ഇതാ അവർ രണ്ടുപേരും കൂടി ദൈവത്തെ എന്ത് ചെയ്തെന്ന് പറയുന്നുണ്ട്. കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചു. കേട്ടോ, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്ന സംഭവമാണത്. കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂകമ്പമുണ്ടായി. ആ കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. വാതിലുകൾ തുറക്കപ്പെട്ടു. കാരാഗ്രഹവാസികളുടെ കൈകളിലും കാലുകളിലും ഉണ്ടായിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു. അതാണ് പറയുന്നത് പ്രിയമുള്ളവർ, ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശക്തി, ആ പരിശുദ്ധാത്മ ശക്തി അവിടേക്ക് ഇറങ്ങി വന്നു. ആ അടിമത്തത്തിൽ നിന്ന് മോചിതരായിത്തീരുന്നു മനുഷ്യർ. ഇന്ന് നമ്മൾ ഏതെങ്കിലും പാപത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇന്ന് അടിമത്തത്തിലാണോ? നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറുക. ജീവിതത്തിലുള്ള തടസ്സങ്ങൾ വിട്ടുപോകണമെങ്കിൽ, ദുശീലങ്ങൾ വിട്ടുപോകണമെങ്കിൽ, ഇപ്പോൾ മക്കൾ വിവാഹം നടക്കുന്നില്ല, കുട്ടികളുണ്ടാവുന്നില്ല, സ്ഥലം വിറ്റുപോകുന്നില്ല, വീട് പണി തീരുന്നില്ല, രോഗങ്ങൾ വിട്ടുപോകുന്നില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ ആ വ്യക്തികളിലേക്ക്, ആ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് ഒരു കൽപ്പനയായിട്ട് തന്നെ തിരിച്ചറിയുക, അത് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമഭാഗത്ത് ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ 2 സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ എന്ന പേരായ ആ ചെറുപ്പക്കാരൻ ഇതാ ബാബിലോണിയർ ആരാധിച്ചിരുന്ന ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു. ബേൽ എന്ന പേര്. ബേലിനെ ആരാധിക്കാൻ രാജാവ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം രാജാവ് എല്ലാ ദിവസവും ഈ ബേലിനെ ആരാധിക്കുമായിരുന്നു, പൂജിക്കുമായിരുന്നു. ദാനിയേലിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ദാനിയേലോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സൃഷ്ടാവിനെ മാത്രം, എല്ലാറ്റിൻ്റെ മേൽ അധികാരവും ആധിപത്യമുള്ള ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായം 5-ാമത്തെ വചനമാണ്. എല്ലാറ്റിൻ്റെ മേൽ അധികാരവും ആധിപത്യമുള്ള ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു മൃഗത്തെ ആരാധിക്കാൻ, വ്യാളം എന്നാണ് അതിൻ്റെ പേര്, വ്യാളം. ആ മൃഗത്തെ ആരാധിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴും ദാനിയേൽ പറയുന്നുണ്ട്, ഞാൻ ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, ഒരു മൃഗത്തെയും ഒരു ബിംബത്തെയും ഞാൻ ആരാധിക്കില്ല. രാജാവ് കുപിതനായി ഇത് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുന്ന ആ രംഗമെല്ലാം നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്ത് സംഭവിക്കുന്നു? അനേകം ദിവസങ്ങൾ പട്ടിണിയിട്ട ആ സിംഹങ്ങൾ, ആ 7 സിംഹങ്ങൾ, ആ സിംഹത്തിൻ്റെ കൂട്ടിലേക്കാണ് ദാനിയേലിനെ വലിച്ചെറിയുന്നത്. പക്ഷേ ദൈവമായ കർത്താവ് ഒരു പോറൽ പോലും ഏൽക്കാനായിട്ട് അനുവദിച്ചില്ല. ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ദാനിയേലിന് ആ സിംഹക്കുഴിയിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദാനിയേൽ പറയുന്നുണ്ട്, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ദാനിയേൽ ആ സിംഹക്കുഴിയിൽ കിടന്ന് ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. ആ ഏറ്റവും വലിയ പ്രതികൂലം, പേടിപ്പിക്കുന്ന അവസ്ഥയാണ് ആ സിംഹങ്ങളുടെ കുഴിയിൽ കിടന്നപ്പോൾ. 7 സിംഹങ്ങൾ പട്ടിണി കിടക്കുന്നു. അതിൻ്റെ നടുവിലാണ് ദാനിയേൽ എന്ന ആ വ്യക്തി കിടക്കുന്നത്. ഒരു പോറൽ പോലും ഏൽക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു, ദൈവത്തെ ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അവർക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള സംരക്ഷണത്തിന് ആ പരിവേഷം കിട്ടുന്നുണ്ട്. ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ, 3 യുവാക്കൾ, അത് ബാബിലോണിയൻ ആ ജനത്തെ നയിക്കാനായിട്ട് നിയമിച്ചിരുന്ന 3 യുവാക്കൾ. ഷദ്രാക്ക്, രാജാവ് നിയമിച്ചവരാണത്. ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ, 3 യുവാക്കളാണ്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണ്ണ ബിംബത്തെ ഉണ്ടാക്കുന്നുണ്ട്. 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ്ണ ബിംബം. അതിനെ ആരാധിക്കാൻ ഈ 3 ചെറുപ്പക്കാരോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ യുവാക്കൾ പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങൾ ആരാധിക്കില്ല. അങ്ങനെ ആരാധിച്ചില്ലെങ്കിൽ എരിയുന്ന ചൂളയിലേക്ക് അവർ വലിച്ചെറിയപ്പെടും. അതിനെക്കുറിച്ചെല്ലാം നേരത്തെ അവർക്ക് അറിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യുവാക്കൾ പറയുന്നുണ്ട്, സാരമില്ല,
ഞങ്ങളുടെ ദൈവം എരിയുന്ന ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ മതിയായവനാണ്. നിന്റെ കയ്യിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഇനി അങ്ങനെ രക്ഷിച്ചില്ലെങ്കിൽ കൂടിയും നിന്റെ ഒരു ബിംബത്തെ വിഗ്രഹത്തെയോ ഞങ്ങൾ ആരാധിക്കില്ല. പ്രിയമുള്ളവരെ, അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ആ എരിയുന്ന ചൂളയിലേക്ക് ആ ചൂളയുടെ ജ്വാല 7 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചെന്ന്, 7 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു. ആ ചൂളയിലേക്ക് ഈ 3 യുവാക്കളും വലിച്ചെറിയപ്പെട്ടു. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഈ തീച്ചൂളയുടെ മധ്യത്തിലൂടെ ഈ 3 യുവാക്കളും കീർത്തനങ്ങൾ പാടി നടക്കുകയാണ്. കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാ അവിടെ ഒരു പ്രത്യേകമായ സാഹചര്യം ദൈവം സൃഷ്ടിക്കുകയാണ്. ജലഗണങ്ങൾ സൃഷ്ടിക്കുന്നു, തണുത്ത കാറ്റടിക്കുന്നു, ഒരു എയർ കണ്ടീഷൻ അവസ്ഥ സൃഷ്ടിക്കുകയാണ് ആ തീച്ചൂളയുടെ നടുവിൽ. രാജാവ് അമ്പരന്ന് പോയി, അന്തം വിട്ടുപോയി ആ കാഴ്ച കണ്ടിട്ട്. പ്രിയമുള്ളവരെ, അവർ കീർത്തനങ്ങൾ പാടി, ആ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യത്തിൽ കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കാനായിട്ട് തയ്യാറായപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് അവരെ രക്ഷിക്കുന്ന സംഭവം നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ ജീവിതം പ്രതികൂലമാകുമ്പോൾ, ജീവിതത്തിൽ പലവിധത്തിലുള്ള തടസ്സങ്ങൾ വരുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹങ്ങൾ പ്രാപിക്കാത്ത അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ പ്രാർത്ഥന അത് തുടരണം. ഈ ജപമാലയും കരുണക്കൊന്തയും വ്യക്തിപരമായ പ്രാർത്ഥനയും കൂട്ടായ്മയുള്ള പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും എല്ലാം തുടരണം. അതോടൊപ്പം തന്നെ ദൈവത്തെ ആരാധിക്കാനും നമ്മൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപറയണം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ എപ്പോഴും ദൈവത്തിൻ്റെ ആ വിശേഷണങ്ങൾ, ദൈവം ശക്തനാണ്, നിത്യനാണ്, ഇന്നും ജീവിക്കുന്നവനാണ്, സ്തുതികളിൽ വസിക്കുന്ന ദൈവമാണ്, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനാണ്. ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമ്മൾ ആരാധിക്കണം. വെറുതെ നടക്കുമ്പോഴൊക്കെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവത്തിൻ്റെ പരിശുദ്ധി ദർശിച്ച് യെശയ്യാ പറഞ്ഞില്ലേ, ഞാൻ നശിച്ചു, അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനാണ്. യേശുവിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ പത്രോസ്ലിയെ വിലപിക്കുകയാണ്, കർത്താവേ ഞാൻ പാപിയാണ്, നീ എന്നിൽ നിന്ന് അകന്നു പോകണേ. ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ പൗലോസ്ലിഹ പറയുന്നുണ്ട്, ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പരിശുദ്ധി ദർശിക്കുന്നവർ അവരെ വിലപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ബൈബിൾ കാണുന്നത്. ദൈവൻ പരിശുദ്ധനാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മൾ വെളിപ്പെടുത്തണം, ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. ഏറ്റവും വലിയ ആരാധന ഞാൻ പറഞ്ഞു, വിശുദ്ധ കുർബാനയാണ്. ആരാധനകളുടെ ആരാധന. നമുക്കറിയാലോ, ഇന്ന് ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലെല്ലാം ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ആരാധനയുടെ നിമിഷങ്ങളിലാണ്, വിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളാണ്. ഏറ്റവും കൂടുതൽ വിടുതൽ, രോഗശാന്തി, മനസാന്തരങ്ങൾ, അത്ഭുതങ്ങളെല്ലാം സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലും ദിവ്യകാരുണ്യ ആരാധനയുടെ മധ്യത്തിലുമാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ അനേകം വർഷങ്ങളായിട്ട്, ഏകദേശം 15 വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾ, അപ്പോൾ അവർ ധ്യാനത്തിന് കടന്നു വന്നു. ധ്യാനത്തിൽ കടന്നു വന്നപ്പോഴും ദൈവത്തിലൊന്നും അവർക്ക് പൂർണ്ണമായ വിശ്വാസ ശരണമൊന്നുമില്ല. ധ്യാനം കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ അവർ വേറൊരു ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. IVF ട്രീറ്റ്മെൻറ്റ്. IVF കൃത്രിമ ബീജസങ്കലനമാണ്. അതിൽ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു ട്രീറ്റ്മെൻറ്റാണത്. ഒരിക്കലും സഭ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രിയമുള്ളവരെ, അവർ ഷെയറിങ്ങിനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകരുതെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ പിറ്റേ ദിവസം വീട്ടിൽ ചെന്നിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. കാരണം വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. അങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോൾ വന്ധ്യത ഉണ്ടാകില്ല. പുറപ്പാട് 23-25. ഗർഭഛിദ്രം ഉണ്ടാകില്ല. ഇന്ന് മക്കളില്ലാത്ത എത്രയോ ദമ്പതികളാണ്. ഇന്ന് ഗർഭം ധരിച്ചു വരുന്ന ഗർഭം അലസിപ്പോകുന്ന അവസ്ഥകൾ. ഇത് ഒഴിവായി കിട്ടണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥനയോടൊപ്പം ജപമാല ചൊല്ലിക്കോട്ടെ, അതുപോലെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചോട്ടെ, നൊവേനയിൽ പങ്കെടുത്തോട്ടെ, കരുണക്കൊന്തയിലേക്കോട്ടെ, അതോടൊപ്പം തന്നെ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ സമയം മാറ്റിവെക്കണം. ഈ ദമ്പതികൾ ഇതനുസരിക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ ഞാൻ അവർക്ക് മറ്റൊരു സ്വർഗത്തിലെ അനുഗ്രഹം കിട്ടാനുള്ള ഒരു കുറുക്കുവഴിയും പറഞ്ഞു കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 19-ാമത്തെ വചനമാണ്. അതായത്, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യം സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. അത് പ്രാർത്ഥന.
രണ്ടുപേരും കരം കോർത്ത് പിടിച്ചിട്ട് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അവരെല്ലാ ദിവസവും ഈ ദമ്പതികൾ ഒരു കുഞ്ഞിന് വേണ്ടി കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഏറ്റവും വലിയ ആരാധനയിൽ അവർ പങ്കെടുത്തു. പ്രിയമുള്ളവരെ, ദൈവം അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറും. ദൈവത്തെ ആരാധിക്കണം. സങ്കീർത്തനത്തിൽ 146 സങ്കീർത്തനം 2-ാമത്തെ വചനം പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും, ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. 145 സങ്കീർത്തനം 21-ാമത്തെ വചനം, എൻ്റെ വായ് കർത്താവിൻ്റെ സ്തുതികൾ പാടും. കണ്ട, 119 സങ്കീർത്തനത്തിൽ 175-ാമത്തെ വചനം, 119 സങ്കീർത്തനം 175-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് സങ്കീർത്തനം പറയാണ്, ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. പ്രഭാഷകൻ 51:22 നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ കർത്താവിനെ പ്രകീർത്തിക്കുമെന്ന്. തിരുനാമ കീർത്തനങ്ങൾ പാടുവാനല്ലാതെ നാവ് എനിക്ക് എന്തിനാണ് ദൈവം നീ തന്നതെന്ന് നമ്മൾ പാടുന്നുണ്ട്. പ്രിയമുള്ളവർ, അത് നമ്മൾ തിരിച്ചറിയണം. ദൈവം എനിക്കൊരു നാവ് നൽകി, ഈ വാ നൽകി, ആരോഗ്യം നൽകി. ഇത് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ആരാധനയും സ്തുതിയും ഒന്നല്ല, രണ്ടാണെന്ന് തിരിച്ചറിയുക. നമ്മൾ ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശക്തി ആ വ്യക്തികളിലേക്ക് ഇറങ്ങി വരും. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ, ദൈവത്തിൻ്റെ ഒരു വിശേഷണമാണത്. സങ്കീർത്തനം 22:3, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഒരു ഇരിപ്പിടം, സ്തുതിയുടെ ഒരു സിംഹാസനം തീർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ദൈവം കടന്നു വരുന്നു. എൻ്റെ കുടുംബം ദൈവത്തെ സ്തുതിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് ദൈവം കടന്നു വരുന്നു. കാരണം ഇസ്രായേലിൻ്റെ ദൈവം സ്തുതിയുടെ സിംഹാസനത്തിൽ ഇറങ്ങി വന്ന് ആ കുടുംബത്തെ ഏറ്റെടുക്കുന്ന ദൈവമാണ്. ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന് നന്ദി പറഞ്ഞ്, ദൈവത്തെ സേവിച്ച് നമുക്ക് ദൈവാനുഗ്രഹമുള്ള, ദൈവാനുഭവമുള്ള, ദൈവം തൊട്ട ജീവിതങ്ങളായി മാറാൻ നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.